ഹലോ ഗൈസ്, അപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് ഇവിടെ കാന്തല്ലൂരാണ്. മൂന്നാർ കാന്തല്ലൂർ, മറയൂർ കാന്തല്ലൂർ. അതാണ് നമ്മളെ വണ്ടി കിടക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. വേണ്ട ഇഡൻ വുഡ് റിട്രീറ്റ്സ് കാന്തല്ലൂർ. ഏതൻ വുഡ് എന്നും പറയാം. എൻ്റെ മുതലാളിയാണ് ഈ ആളാണ് കേട്ടോ. മുതലാളിയാണ് കേട്ടോ. അരുതില്ല. പൊളി കേട്ടോ, വൈബ് ഇതാ സാധനം കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ വീട്ടിൽ കണ്ടോ, ഈ മണ്ണിലിപ്പടെ കൊണ്ടുപോകാൻ പോവാ വീട്ടിലേക്ക്. വൈഫിന് കൊടുക്കല്ലേ, നല്ല സ്വീറ്റ് ആയിരിക്കും. ഹലോ ഗൈസ്, കാന്തല്ലൂർ കുട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കെല്ലാം കാണാം, പോവാം. കാന്തല്ലൂർ വൈബ്സ്. ഹലോ ഗൈസ്, നമ്മളെ മുമ്പ് ഇരുന്നില്ല, നമ്മളെ പുറകെ ഇരുത്തി. ഈ വണ്ടിക്കകത്തുള്ള ഒരേ ഒരു കോൺഗ്രസ് നമ്മളെ സതീശൻജിയുടെ അരിമ ശിഷ്യൻ. കാന്തല്ലൂർ ജംഗ്ഷൻ ആട്ടോ. ഭ്രമര സിനിമയിലേ ലാലേട്ടൻ വണ്ടി ഓടിച്ച സ്ഥലം കേട്ടോ. 7 പേർ മാത്രം മുകളിൽ കയറാൻ വേണ്ടി കേട്ടോ. ഉണ്ടോ കാന്തല്ലൂർ ഫുള്ള് കൃഷി കേട്ടോ, വേറെ ഒന്നുമില്ല, കൃഷിയാണ് മൊത്തം. ക്യാരറ്റ്, സ്ട്രോബെറി, കരിമ്പ് എല്ലാം ഉണ്ട്. ലെമൺ ഗ്രാസ് ഓയിൽ. ഇതൊക്കെ വ്യൂ നോക്കെ വരുവാടാ. എന്തുകൂടെ ഇത്, ഈ ഒരു സെറ്റപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പൊളി. ഇതാണ് ഭ്രമരം വ്യൂ പോയിന്റ് കേട്ടോ, കാന്തല്ലൂർ. ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുക, എന്ന് രക്ഷയല്ല കേട്ടോ. ചീനി ഹിൽ റിസോർട്ട്. ഇവിടെ ഇതൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം കേട്ടോ. ഓ, ഹണി തേൻ. സ്ട്രോബെറി ജ്യൂസ്, സ്ട്രോബെറി തോട്ടത്തിൽ. കൊള്ളാം. കണ്ടു, പിടിച്ചിരിക്കുന്നുണ്ടോ? അതിലെല്ലാം ഉണ്ടോ? അതിലുണ്ട്. ഇതെല്ലാം പിടിച്ചിരിപ്പുണ്ട്. കണ്ടോ, ഇതാണ് സ്ട്രോബെറി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടം കണ്ടു. അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, ബോസ് സ്ട്രോബെറി ജ്യൂസ് കുടിച്ചിട്ട് മോളിൽ കയറിയിരിക്കുകയാണ്. നിങ്ങളെ നാട്ടിൽ മേടിക്കുന്നത് ചൈന, ഹിമാചല, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശം, രാജസ്ഥാൻ അവിടെയുള്ള വെളുത്തുള്ളിയാണ് കിട്ടുന്നത്. അത് പെട്ടെന്ന് കിളുക്കും. നിങ്ങൾ വണ്ടിനകത്ത് വെക്കുന്ന ഇത് വെളുത്തുള്ളിയാണ്, നാടൻ വെളുത്തുള്ളിയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ മേടിക്കും. ഇതിൻ്റെ 4 അവർ ഒരു വെളുത്തുള്ളി പൊളിച്ച് കളയുമ്പോൾ ഇത് 4 അരളി ഇട്ടാൽ മതി. നമ്മൾ നല്ല സാധനമാണ്, കീടനാശിനി അടിക്കാതെ. ഓരോന്നും ഇത് 4 അരളി ഇട്ടാൽ മതി. നിങ്ങൾ വെള്ളയതൊക്കെ പൊളിച്ചിട്ടാൽ ശരിയാവില്ല. ഇത് ഇവിടെയുള്ള അത്രയും പേര് കീടനാശിനി അടിക്കാതെ ഓർഗാനിക് സാധനമാണ്. നമ്മൾ കളഞ്ഞു വെള്ളമായി കടയിട്ടത്. ഇപ്പം നമ്മൾ സ്റ്റോപ്പറിൽ നമ്മുടെ ഫാമിൽ നോക്കാം. പിള്ളേർ 2 മാസം ലീവ് കൊണ്ട് വന്നപ്പോൾ ഇവിടെ വിട്ട് നമ്മളെ ഫാമിൽ 240. അത് ഓൺ ചെയ്ത് ആകും. അത് ഓൺ ചെയ്യണം മനുഷ്യത്, ഓൺ ചെയ്ത 1 kg ആവും. ഇതെന്തോടെ ഹണി റോക്കാ ഉണ്ടോ? അടിപൊളി കേട്ടോ. അതാ നോക്കെ, മൊത്തം ഹണിയാ. കണ്ടോ ഹണി റോക്ക് കാന്തല്ലൂർ ആണോ? സംഭവം കൊള്ളാട്ടോ, പൊളി സംഭവം. ഇപ്പം തേൻ കുറവാണോ? കുറവല്ലേ? ബ്രോ ഹലോ, എന്നാ ഉറങ്ങിപ്പോയല്ലേ? വെള്ളം വീഴുന്നുണ്ടോ മോനെ കുട്ടാ? കച്ചാരം വാട്ടർഫോൾസ്, കാന്തല്ലൂർ വാട്ടർഫോൾസ് എന്ന് പറയും ചിലർ. ഓക്കെ, കച്ചാരം വാട്ടർഫാൾസ് കാന്തല്ലൂർ. ആണ് 365 ദിവസം വാട്ടർഫോൾസ്. മഴയോ തണുപ്പോ എന്തായാലും വെള്ളം കാണും ഉറപ്പാ. എന്താ കച്ചേരി, എന്തുവാ? കച്ചാരം വാട്ടർഫാൾസ് കാന്തല്ലൂർ. ഗൈസ്, അപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് ഇവിടെ കാന്തല്ലൂരാണ്. മൂന്നാർ കാന്തല്ലൂർ, മറയൂർ കാന്തല്ലൂർ. അതാണ് നമ്മളെ വണ്ടി കിടക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. വേണ്ട ഇഡൻ വുഡ് റിട്രീറ്റ്സ് കാന്തല്ലൂർ. ഏതൻ വുഡ് എന്നും പറയാം. എൻ്റെ മുതലാളിയാണ് ഈ ആളാണ് കേട്ടോ. മുതലാളിയാണ് കേട്ടോ. പേര് അനൂപ് ബ്രോ ആണ്. നമ്മുടെ പഴയൊരു യൂട്യൂബ് ഫാമിലിയുടെ അംഗമാണ് പുള്ളി. അപ്പം പുള്ളിയുടെയാണ് ഈ സാധനം. അപ്പോൾ ഇവിടെ ഒരു മഡ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. താഴെയാണ്, രാത്രിയാണ് ഇതിൻ്റെ വൈബ് കൂടുതലുള്ളത്. അപ്പം മഡ് ഹൗസിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സംസാരിക്കാൻ വയ്യ, നടന്ന് കയറിയുന്നുണ്ട്, സംസാരിക്കാൻ വയ്യ. അപ്പം ഇവിടെ കാന്തല്ലൂർ വരുന്ന ആൾക്കാർ നേരെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ മതി. സംഭവം എന്ന് വെച്ചാൽ മഡ് ഹൗസ് എന്ന് വെച്ചാൽ
ഒരു 10-20 പേരൊക്കെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ അതില്ലേ? ഇവിടെ മൊത്തം 28 പേര് കയറും. 28 പേര്. അപ്പം സ്റ്റുഡൻസ്, കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ഫ്രണ്ട് ഇതാണ്ടോ പ്രത്യേകം ഒരു റൂമൊക്കെ വേറെ ഉണ്ട്. അപ്പം ഫാമിലിക്കും വരാം, പിന്നെ ബാച്ചിലേഴ്സിന് വരാം, പിന്നെ സ്ട്രേഞ്ചേഴ്സിന് വരാം, എല്ലാവർക്കും വരാം. പിന്നെ ഇവർ എന്തൊക്കെ പാക്കേജൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറയും. ജീപ്പിൻ്റെ സഫാരി, പിന്നെ എന്തോ കാട്ടിപ്പോണേ കാട്ടിപ്പോവാം, പിന്നെ ട്രക്കിങ്, മറ്റേത് മറിച്ചത് ഇല്ലേ, ഇവിടെ എന്താ കിട്ടുമോ അതൊക്കെ പുള്ളി സെറ്റ് തരും. വെജിറ്റബിൾ ഗാർഡൻ, എല്ലാം ഉണ്ട്, സ്ട്രോബെറി എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ കുറേ മേടിച്ചിട്ടുണ്ട് സ്ട്രോബെറിയും. പിന്നെ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് വേറൊരു സാധനമാണ്, നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ്. അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് പോവാം. പിന്നെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞ് സംസാരിച്ച് മറ്റേ എന്താ പറയാ ഫുഡിന്റെ കാര്യങ്ങള്. കാരണം ഇതൊരു റൂറൽ വളരെ അല്ല, ഇവിടെ വിഷയം എന്ന് വെച്ചാലേ ചില ആൾക്കാർ വരും, വന്നിട്ട് മറയൂര് പോയി താമസിക്കും. മറയൂർ ഇവിടുന്ന് കുറച്ച് താഴെയാ, അടിവാരോ അല്ലേ, അവിടെ വെച്ച് റൂമിനൊക്കെ റെന്റ് കുറവാണ്. പക്ഷേ ഇവരൊക്കെ മണ്ടത്തിലാണ് കാണിക്കുന്നത്. എന്താ അറിയോ, ഇവിടെ നൈറ്റ് ആണ് ഈ കാന്തല്ലൂരിന്റെ ആ ഒരു മഞ്ഞും കാര്യങ്ങളും ഒരു ക്ലൈമറ്റ്. അപ്പൊ ഇവിടെ ഇച്ചിരി വില കൂടുതലായിരിക്കും സാധനങ്ങൾക്ക്. ഇപ്പം 50 രൂപ താഴെയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 70 രൂപ ആയിരിക്കും. അത്രയൊക്കെ ഉള്ളു. അല്ല വലിയ തീ പിടിച്ച വരെയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. നമ്മൾ ഇന്നലെ ഇവിടെ ബാർബിക്യൂവിന്റെ ചിക്കൻ മേടിച്ചിട്ടെല്ലാം കൂടെ ഒരു 10-300 സംതിങ് രൂപ ആയിട്ടുള്ളൂ. 1.5 കിലോ കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത്ര ചിക്കൻ മാത്രം. അപ്പൊ അത്രയും വലിയ വിലയൊന്നും ഇല്ല. എന്നാലും വരുന്നവർ മാക്സിമം കാന്തല്ലൂർ തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വന്നിട്ടൊരു കാര്യമില്ല. പൊളി കേട്ടോ. അതാണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇത് ബെഡ്ഷീറ്റ് ഒക്കെ കുഴപ്പമില്ല, ഇരുന്നോട്ട് കാര്യം എന്തറിയോ, ബെഡ്ഷീറ്റ് ഇപ്പം അടുത്ത ഗസ്റ്റ് വന്നേക്കുന്നുണ്ട്. ഇതിപ്പം വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം മാറ്റിയതാണ്. അപ്പോൾ അതിനകത്ത് ക്ലീനിങ് നടക്കുക, അതുകൊണ്ടാണ് തുറക്കാത്തത്. ഇത് ഒരു ഫാമിലി റൂമാണ്. പിന്നെ മഡോസ് അതാണ് കേട്ടോ, അവിടെ അടിപൊളിയാണ്. മൊത്തം മണ്ണിലുണ്ടാക്കിയ സംഭവമാണ്. പൊളിയായിട്ട് കണ്ടോ, ഓറഞ്ച് രംഗസ്വാമി അണ്ണാ, സ്ട്രോബെറിയും തീർന്നായിരിക്കും. ഒരു 1-2 കാണുമായിരിക്കും. കുറച്ചൊക്കെ എടുക്കാം. ഇവിടെ ക്യാബേജ് ഉണ്ടോ? ക്യാബേജ് ഉണ്ട്. കുറച്ച് എടുക്കാണ്ട് ഇവിടുന്ന് ക്യാബേജ്, ക്യാരറ്റ്. ഇതാണ് നമ്മുടെ മഡ് ഹൗസ് കേട്ടോ. ഇതാണ് നമ്മുടെ മഡ് ഹൗസ്. ഇതിപ്പം നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ഒരു കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പം ഇതാ സംഭവം. ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലും കുറേ പേർ കിടക്കും കേട്ടോ. അങ്ങനെ കാണിച്ചു തരാം. ഫുള്ള് മണ്ണാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മൊത്തം മണ്ണില്ല സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. മുകളിലോട്ട് കയറിയാൽ ഇവിടെയും കുറേ പേർക്ക് കിടക്കാം കണ്ടോ. ഈ ബാച്ചൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും കിടക്കാം. നല്ല മണ്ണാണ്, നല്ല വ്യൂ ആണ്. ഇത് ഫാമിലി റൂം കേട്ടോ. മഡ് ഹൗസ് ബാക്കിലാണ്, ഫാമിലി റൂമാണ്. ഇവിടെ നമുക്ക് 2 ഫാമിലിയൊക്കെ കിടക്കാം കേട്ടോ. ആ സെറ്റപ്പിനുള്ള ഇതാണ്. 2 റൂമുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, അത് ഫുള്ള് ക്യാബേജ് ആട്ടോ. അതൊക്കെ ഫുള്ള് ക്യാബേജ് ആട്ടോ. അപ്പുറത്ത് സ്ട്രോബെറി, ഫുള്ള് തോട്ടം കേട്ടോ. നോക്കെ വ്യൂ ഒക്കെ ഒരു അന്യ സ്ഥലം തന്നെ കേട്ടോ. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുന്ന അതിനെക്കാട്ടും നല്ലത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഫുള്ള് സ്ട്രോബെറി ഉണ്ടോ, അത് പിടിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കാണുന്നുണ്ട്. ഫുള്ള് സ്ട്രോബെറി. ഇത് ക്യാബേജ് ഇവിടെ ഇതോ ഇട്ടിട്ടുണ്ട്. സംഭവം എന്താ അറിയാൻ വയ്യ. ഇതേ ഈ സാധനം കണ്ടോ, ഇത് ഗ്രീൻ പീസാ സംഭവം. അത് വെളുത്തുള്ളി, അതേ എടുത്തായിരുന്നു പൂണ്ട്. ഒരു വെള്ളം കുറച്ച് ഉപയോഗിക്കാം. അതിന്റെ പേര് സിംഗപ്പൂറാണ്. വെളുത്തുള്ളിയുടെ സിംഗപ്പൂർ വെളുത്തുള്ളി സംഭവം ഉണ്ടോ. ഇത് നമ്മളെ ഗ്രീൻ പീസാ. ഇതെല്ലാം ഗ്രീൻ പീസാ ഉണ്ടോ. ഫുൾ ഗ്രീൻ പീസ് ഉണ്ടോ. പൊളി, ഭയങ്കര വില ഗ്രീൻ പീസിന്. റാഡിസ് അല്ലേ, ഇത് റാഡിസ്. ഇത് ക്യാബേജ് അല്ലേ ഇട്ടേക്കുന്നത്. ക്യാബേജ് തൈ ഇതാണ്ട ലൈവ് സാധനം. സ്ട്രോബെറി തൈ വെച്ചു ഇതാ ലൈവ് ഇതാ സാധനം. പൊളി പൊടിയിട്ടെ അരുതില്ല. പൊളി കേട്ടോ, ലൈവ് ഇതാ സാധനം കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ വീട്ടിൽ കണ്ടോ. ഈ മണ്ണിലിപ്പടെ കൊണ്ടുപോകാൻ പോവാ വീട്ടിലേക്ക്. വൈഫിന് കൊടുക്കല്ലേ. നല്ല സ്വീറ്റ് ആയിരിക്കും. ലൈവ് സാധനം ലൈവായിട്ട് ക്യാരറ്റ് പറിക്കുന്നു. ഓ പൊളി. നമ്മൾ ലൈവായിട്ട് ക്യാബേജ് പറിച്ചു. ഇതാ ക്യാരറ്റ് ചേച്ചി ഇളക്കി തന്നെ കേട്ടോ. നോക്കെ പൊളി കേട്ടോ, ഫ്രഷ്. നമുക്ക് ഇതിനകത്ത് ഇതാ നമ്മൾ പറിച്ച ക്യാരറ്റാ. നമുക്ക് അകത്ത് നോക്കാം. ഓ ഇത് അവിടുത്തെ ചേച്ചിയുടെ വീട് കേട്ടോ. എവിടാ അത്? ഓ വീടിനകം കേട്ടോ. ഇവിടാണ് ഇതിൻ്റെ. ആ കണ്ടോ, അവിടെ വെളുത്തുള്ളി കിട്ടുന്നുണ്ടോ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ആ ഇത് കണക്കാണ് വെളുത്തുള്ളി സെറ്റ് ചെയ്യുന്നത്. അടിപൊളി കേട്ടോ. ഇതെല്ലാം സ്ട്രോബെറിയാ ഫുള്ള് കണ്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടുവരുന്ന വീട് ഏതാ? ആ ആയിരുന്നല്ലേ. റെഡ് വിസ്കേർഡ് ബുൾബുൾ. കൊള്ളാം. ചേച്ചിയുടെ വീട് കേട്ടോ. പാക്ക് ചെയ്യുമല്ലോ.
ടർണപ്പാ ടർണപ്പ് കൊള്ളാമല്ലോ. എന്താ ടർണിപ്പ് അല്ലേ? ഓക്കെ, ടർണാപ്പല്ല ടർണിപ്പ് കേട്ടോ. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. പൊളി. ഇവിടെയാണ് മറയൂർ ശർക്കര. ഉണ്ടോ കൂർക്ക ശർക്കര ഏതൊക്കെ ഐറ്റോ? ഇതെന്ത് സംഭവം? സാമ്പിളാണോ? കഴിച്ചു നോക്കട്ടെ. ഇച്ചിരി എരിവുണ്ട് കേട്ടോ സംഭവം. ഇത് മധുരം. ഇത് ചുക്കും കുരുമുളക് കേട്ടോ. കുരുമുളക് എല്ലാ സംഭവം ഉണ്ട്. എല്ലാം 100 രൂപയാണ്. 100 റുപ്പീസ് മേടിച്ചു കേട്ടോ. എത്ര എല്ലാം അടിച്ചു? 2 കിലോ. 2 കിലോ. താങ്ക് യു. സന്തോഷം. സുരേഷ് അണ്ണ അങ്ങനെ പോവാണ് കേട്ടോ. സുരേഷിന്റെ വണ്ടിയാണ് KL 03J112. അപ്പൊ അണ്ണാ പൊളി. മറയൂർ ശർക്കരയൊക്കെ സെറ്റപ്പ് കേട്ടോ, രക്ഷയില്ല. കാന്തല്ലൂരിൽ നിന്ന് പോവാണ്. താൽക്കാലികമായിട്ട് ഒന്ന് വിട പറയാം, വരാനായിട്ട് യാത്ര പറയാം. അപ്പോൾ ഓക്കെ ഗായ്സ്, കാന്തല്ലൂർ ബൈ ബൈ.